ബിസിനസ്സിൻ്റെ ഓരോ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇടയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതായത് നമുക്ക് വേറെ വേറെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, ഓരോ ഫംഗ്ഷനും അതാത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനായിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാകും. പക്ഷേ ഒരു കോർട്ടിൻ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വെച്ചിട്ടുള്ള ഒരു കോർട്ടുമെന്റ് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം എടുത്ത് അതിന്റെ ഒരു സോട്ട് അനാലിസിസ് നടത്തണം. അതിന്റെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിനും അതിനകത്തുണ്ടാകും. പക്ഷേ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കണം. ഫോർ എക്സാമ്പിൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന്റെ സോട്ട് അനാലിസിസ് നടത്തിയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് അടക്കടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിനെ മന്ത്ലി ഒരിക്കൽ കോർ ടീം ഒരു പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഇൻ ഡെപ്തിൽ ഓരോ സബ്ജക്റ്റിലേക്കും ഇറങ്ങിപ്പോയി സംസാരിക്കുന്നത് ബിസിനസിന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് സഹായിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ കോസ്റ്റിനെ കുറയ്ക്കാനായിട്ട് ഒരു നല്ല സപ്പോർട്ട് തരുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ കാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കോൺട്രാക്ട് ആയിരിക്കും. ആ കോൺട്രാക്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രോഡക്റ്റിനും സർവീസിനും ഒരുപാട് മാറ്റങ്ങൾ പോകുന്നുണ്ടായിരിക്കും. റേറ്റിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടായിരിക്കും. ഇത് ചിലപ്പോൾ പഴയ റേറ്റിൽ തന്നെ നമ്മുടെ വെൻഡേഴ്സ് പ്രോഡക്റ്റ് തന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം നോക്കിയിട്ട് ഒരു പോസ്റ്റ്മോർട്ടം ആക്ടിവിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഒരു പക്ഷേ അതിനകത്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് വരാൻ പറ്റും. ഇത്തരത്തിലേക്കുള്ള മെക്കാനിസം ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇടയ്ക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും ഒന്ന് ഇഴ കീറി നോക്കുന്നത് ബിസിനസ്സിന് ഗുണം ചെയ്യും.